ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മളുടെ 10ാമത്തെ ദിവസമാണ്. നമ്മളുടെ 21 ഡേ ചലഞ്ചിൻ്റെ 10ാമത്തെ ദിവസമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? അപ്പം ഈ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഒരു UPSC ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ വേണം. ഒരു ദിവസം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ടൈം നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്. അത് പഠിക്കുന്ന ഒരു സമയം എന്നല്ല ഉദ്ദേശിക്കുന്നത്, അതായത് 7 മണി മുതൽ 8 മണി വരെ അല്ലെങ്കിൽ 12 മുതൽ 3 വരെ. ഈ ടൈമിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര സമയമാണ് ഒരു സബ്ജക്റ്റിന് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ മണിക്കൂറിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതോ പഠിക്കുന്ന കോണ്ടന്റിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇതൊക്കെ ഇവിടെ മാറ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ മണിക്കൂറുകളോളം പഠിക്കുക എന്നുള്ളതല്ല, ഉള്ള സമയം, പഠിക്കുന്ന സമയം കൃത്യമായി മാനേജ് ചെയ്ത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെ വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതലായിട്ട് സമയം മാറ്റി വെക്കുക. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് സബ്ജക്റ്റിനാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതെന്നുള്ളത്. കുറച്ച് സബ്ജക്ട്സ് ഉണ്ടാവും, അല്ലേ? ആ സബ്ജക്ട്സിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. ഏതൊക്കെ ടോപ്പിക്സ് ആണോ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ആ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ ടൈമിനെ മാനേജ് ചെയ്ത് ഒരു ദിവസം പല സബ്ജക്ട്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ത്യൻ പോളിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, ജോഗ്രഫി ഇമ്പോർട്ടൻ്റ് ആണ്, ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്കണോമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു ദിവസം ടൈം കൃത്യമായിട്ട് മാറ്റി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതിന് നിങ്ങൾ എത്ര എഫക്റ്റീവായിട്ടാണ് ടൈമിനെ മാനേജ് ചെയ്യുന്നത്, അതിനെ അനുസരിച്ചിരിക്കും നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രോപ്പർ ആയിരിക്കണം. റാൻഡമായിട്ടൊക്കെ എനിക്ക് തോന്നുന്ന സമയത്ത് പഠിക്കാം എന്നുള്ളൊരു കാര്യം ഫിക്സ് ചെയ്യുന്നതിനേക്കാളും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട്, വളരെ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾക്കൊരു ടൈം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഈ പ്രിപ്പറേഷൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ടൈം മാനേജ്മെൻറ്റ് നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാക്കി മാറ്റുക. നിങ്ങളുടെ പ്രിപ്പറേഷനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ അതിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇന്ന് മുതൽ അങ്ങനെ മാനേജ് ചെയ്ത് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായി വായിക്കാനായിട്ട് സാധിക്കും.